ഇപ്പോൾ RJD നേതാവ് വർഗീസ് ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വർഗീസ് ജോർജ്, കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾ RJD അടക്കം ADGPയെ മാറ്റി നിർത്തണമെന്നടക്കമുള്ള നിലപാട് വ്യക്തമാക്കിയതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിന് സർക്കാർ മുതിരാത്തത്? അന്ന് LDF യോഗത്തിൽ ഈ വിഷയം ഫലപ്രദമായി നമുക്ക് ഉന്നയിക്കാൻ സാധിച്ചു. പക്ഷേ അന്ന് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് ഈ വിഷയം കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമെന്നാണ്. ഈ രാഷ്ട്രീയ പ്രശ്നത്തെ അങ്ങനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഈ RSS നേതാക്കളെ കണ്ട കാര്യം ബന്ധപ്പെട്ടവർ തന്നെ സമ്മതിച്ചതാണ്. പിന്നീട് ഒരു രാഷ്ട്രീയ തീരുമാനം സ്വീകരിച്ചാൽ മതിയായിരുന്നു. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഏതായാലും ഘടകകക്ഷികള് LDF യോഗത്തിൽ ഈ രാഷ്ട്രീയ പ്രശ്ന പ്രകാരം ഉന്നയിച്ച സാഹചര്യത്തിൽ നമുക്ക് LDFന്റെ ഒരു ഡിസിപ്ലിൻ കൂടി പാലിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് DGPയുടെ റിപ്പോർട്ട് വരുന്നത് വരെ ഈ കാര്യത്തെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ചകൾക്ക് അർത്ഥമുണ്ടെന്ന് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ RSSന്റെ വളർച്ചയെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ പോലീസിലും നമ്മുടെ സേനയിലും എല്ലാം RSS വൽക്കരണം നടക്കുന്നുണ്ട്. കേരള സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ പ്രശ്നത്തെ നമ്മൾ വളരെ ഗൗരവമായി കാണുന്നു. ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ എങ്ങനെയാണ് പോലീസ് അന്വേഷിച്ച് പരിഹരിക്കാൻ സാധിക്കുന്നത്? ഞങ്ങൾ ഉന്നയിച്ച ഈ പോലീസ് ഇഷ്യൂ ആണ്, അല്ലാതെ തീർച്ചയായും അത് തന്നെയാണ്. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നതിൽ ഒരു ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെ, അത്രയും പ്രാധാന്യമുള്ള വിഷയങ്ങളെ വേണ്ട വിധം അഡ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ടോ? മുഖവിലക്കെടുക്കുന്നുള്ളതല്ല പ്രശ്നം. ആ ഗൗരവത്തിൽ ഈ രാഷ്ട്രീയ പ്രശ്നത്തെ കാണുന്നില്ല. കേരള സമൂഹത്തിൽ RSSന്റെ വളർച്ച കഴിഞ്ഞ 58 വർഷമായി നമ്മുടെ രാജ്യത്തെ സിവിൽ സർവൻസിന്, ഉദ്യോഗസ്ഥന്മാർക്ക് RSSൽ പങ്കെടുക്കാൻ വിലക്കുണ്ടായിരുന്നു. നരേന്ദ്രമോദി 2 തവണ ഭരിച്ചിട്ടും ആ വിലക്ക് അദ്ദേഹം മാറ്റാൻ പോലും തയ്യാറായില്ല. ഇപ്പോഴാണ് ആ വിലക്ക് മാറ്റി. 58 വർഷം RSSൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് വിലക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഘടന നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് നമ്മുടെ ഭരണകക്ഷിയിലെ ആളുകൾ പറയുകയാണ്. അവരുമായിട്ട് ചർച്ച ചെയ്യുന്നതിലും കാണുന്നതിലും കുഴപ്പമില്ലെന്ന് പറയുകയാണ്. എന്നൊക്കെ പറയുമ്പോൾ ആ വിഷയത്തെ അവർ അങ്ങേയറ്റം അലസമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് മതനിരപേക്ഷ സമൂഹത്തിൽ RSS പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ സാമൂഹ്യ ഗാത്രത്തിൽ വളരെ സൂക്ഷ്മമായ തോതിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ, നമ്മുടെ ശാസ്ത്രത്തിലൂടെ, നമ്മുടെ രാഷ്ട്രീയത്തിലൂടെ ഇതിനെ ഗൗരവമായിട്ട് അഭിസംബോധന ചെയ്യണ്ടേ? ഇതെങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത്? താങ്കൾ എന്താണ് കരുതുന്നത്? ഈ അലംഭാവത്തിന് പിന്നിൽ എന്താണ്? അലംഭാവമെന്നോ അലസതയെന്നോ എന്നതിനേക്കാൾ ഒക്കെ അപ്പുറത്ത് ഇന്ത്യൻ സൊസൈറ്റിയിലും പോളിറ്റിക്സിലും നമ്മുടെ വർഗീയത, ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ വലിയൊരു റെസിസ്റ്റൻസ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് ഉണ്ടായ സ്റ്റണ്ണിങ് ഡിഫീറ്റ് അവരെ ആകെ ചെതറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ BJP പോലും RSSുമായിട്ട് അകന്നിരിക്കുകയാണ്. ഗവൺമെന്റ് വേണമെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള നിലയിലാണ് RSS പോലും നിൽക്കുന്നത്. ഞങ്ങൾക്ക് RSSന്റെ ഒന്നും സഹായം വേണ്ട, ഞങ്ങൾക്ക് തന്നെ വളർന്നോളാം എന്ന് JP നഡ്ഡയല്ലേ പറഞ്ഞത്. BJP പോലും RSSനെ തള്ളിക്കളഞ്ഞ സാഹചര്യം. വർഗീസ് ജോർജ്, ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത്രയും നിസാരവൽക്കരിച്ച ഉദാസീനമായി കാര്യങ്ങളെ സമീപിക്കുമ്പോൾ മറുവശത്ത് ഇവരെ സംരക്ഷിക്കുകയാണ് ഈ ആരോപണ വിധേയർ എന്നുള്ളൊരു കാര്യപ്പെട്ട കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സംരക്ഷിക്കുകയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഞാൻ എൻ്റെ ഒരു സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് പറഞ്ഞു. അതേസമയം തന്നെ LDFന്റെ ഡിസിപ്ലിനും ഉണ്ട്. അതുകൊണ്ട് ഒരു നൂൽപ്പാലത്തിൽ കൂടിയാണ് ഞങ്ങളെല്ലാം കടന്നു പോകുന്നത്. ഒരുപക്ഷെ താങ്കൾക്ക് നേരിട്ട് ആ വാക്ക് പ്രയോഗിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ ഇടത് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും ധാർമ്മികതയ്ക്കും എതിരായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ RSSനോട് കാണിക്കുന്ന ഈ ഒരു സമീപനം അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ചേർന്നുമല്ല. BJP, ഞാൻ ദേവഗൌഡാജിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ദേവഗൌഡാജി BJPയിൽ ചേർന്ന് ആ ദിവസം തന്നെ, ആ മിനിറ്റ് തന്നെ ഞാൻ
അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ഞാൻ നിതീഷ് കുമാറിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. നിതീഷ് കുമാർ BJP ചേർന്ന ആ മിനിറ്റിൽ ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ഒന്ന് ചാഞ്ഞു കൊടുത്താൽ ചരിഞ്ഞു കൊടുത്താൽ എന്തെല്ലാം ആകാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമുക്കൊരു ഐഡിയോളജി ഉണ്ട്. ഓക്കെ, തീർച്ചയായും നന്ദി ശ്രീ വർഗീസ് ജോർജ്. താങ്കളുടെ വാക്കുകൾക്ക് RJDയും അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്ന് വീണ്ടും ഘടകകക്ഷികൾ ശക്തമായി തന്നെ ആവശ്യപ്പെടുകയാണ്. പ്രകാശ് ബാബു ഇന്ന് ജനയുഗത്തിലെ ലേഖനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ RJDയും അവരുടെ നിലപാട് ആവർത്തിക്കുകയാണ്. വലിയ അമർഷം, വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഘടകകക്ഷികൾക്കുണ്ട്. വിവരങ്ങളാണ് സേഫ് സൈലാബ്ദീൻ നൽകിയത്.